തീപിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മുൻനിര പ്രവർത്തകനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയുമായിരുന്ന ഒരു ചെറുപ്പക്കാരൻ തികച്ചും നിരീശ്വരവാദത്തിൻ്റെ ചിന്താഗതികളിലൂടെ കടന്നുപോയതിന് ശേഷം യേശുവിനെ കണ്ടുമുട്ടി ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ തൻ്റെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി മാറത്തക്ക വിധത്തിൽ, ഒരു ദേശത്തിന് തന്നെ വലിയൊരു അനുഗ്രഹമായി തീരത്തക്ക വിധത്തിൽ കർത്താവിൻ്റെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷകനെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നു. ബ്രദർ ജോർജ് തോമസ് മുതിരക്കാല, കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ ഇടവക അംഗം. നമുക്ക് പരിചയപ്പെടാം. ബ്രദറെ, സ്വാഗതം. ബ്രദറെ, ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ടുള്ള ബന്ധം അത് എങ്ങനെയായിരുന്നു അത് ആരംഭിച്ചത്? വളരെ ചെറുപ്പകാലത്ത്, അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മുതലേ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ തൽപരനായിരുന്നു? ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കലാജാഥയിൽ ആകൃഷ്ടനായി. അപ്പോൾ ഓരോ സ്കൂളുകൾ ബേസ് ചെയ്തായിരുന്നു അന്ന് 86, 85 കാലഘട്ടങ്ങളിലൊക്കെ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ കേരളത്തിലെല്ലാ സ്കൂളുകളിലേക്കും ഇവർ കലാജാഥ നയിച്ചിരുന്നു. അപ്പോൾ അതിൽ ആകൃഷ്ടനായ എന്നെ അവർ തിരഞ്ഞെടുത്ത് അതിൻ്റെ ഒരു പ്രവർത്തകനാക്കി മാറ്റി. പിന്നെ കുറേ കാലം അതിൻ്റെ സജീവ പ്രവർത്തകനായി മാറി. അതിലൂടെ ദൈവത്തെ നമ്മൾ നിരാകരിക്കുകയും ദൈവമില്ല എന്ന് തന്നെ മനസ്സിലാക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ ശരിക്കും ഈ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവർ വളരെ പുരോഗമനപരമായ കാര്യങ്ങളൊക്കെയാണല്ലോ പഠിപ്പിക്കുന്നത്. പക്ഷെ ആ കൂട്ടത്തിൽ ഈ നിരീശ്വര ചിന്തകളും പകർന്നു കൊടുക്കുന്നുണ്ടോ? ആദ്യകാലങ്ങളിൽ ഒരു നിരീശ്വര ചിന്ത തന്നെയായിരുന്നു. അന്ധവിശ്വാസത്തിനെതിരെയും അനാചാരത്തിനെതിരെയും ആണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സുകളിലെല്ലാം നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു ചിന്താഗതിയായിരുന്നു. ഓക്കെ, അത് വളരെ കൃത്യമാണ്. അതായത് ഈ അന്ധവിശ്വാസത്തിനും അനാചാരങ്ങൾക്കും എതിരെ എന്ന് പറയുമ്പോൾ അതിലേക്ക് പ്രത്യേകിച്ച് കുട്ടികൾ അതുപോലെ യുവാക്കളൊക്കെ ആകർഷിക്കപ്പെടാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അത് നല്ലത് തന്നെയാണ്. പക്ഷേ അത് പതുക്കെ ഈ നമ്മുടെ വിശ്വാസ സത്യങ്ങളിലേക്ക് കടന്നു കയറി നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയുണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ അത് ഈ നമ്മുടെ വിശ്വാസത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടാനായിട്ട് ഈ പല ക്ലാസ്സുകളും നമുക്ക് എതിരായിട്ട് മാറി. നമ്മൾ കേൾക്കുന്നതും നമുക്ക് വായിക്കാൻ തരുന്ന പുസ്തകങ്ങളുമെല്ലാം ഈ മതവിശ്വാസം നമുക്കൊന്നുമല്ല എന്നുള്ള രീതിയിലായിരുന്നു ആദ്യകാലത്ത് പ്രചരിച്ചുകൊണ്ടിരുന്നത്. അതായത് 84, 85, 86 കാലഘട്ടങ്ങളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നീട് എങ്ങനെയാണ് ഈ സ്വാഭാവികമായിട്ട് ഈ പരിശുദ്ധമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവരൊക്കെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ ഒരു ചായ്വ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ അങ്ങനെയാണോ അങ്ങൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കൊക്കെ ആകർഷിക്കപ്പെട്ടതൊക്കെ? ആദ്യമായിട്ട് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് CPM-ൻ്റെ വിദ്യാഭ്യാസ സംഘടനയിലെ അംഗമായിരുന്നു. CPM-ലെ വിദ്യാഭ്യാസ സംഘടനയിലെ SFIയിലെ അംഗമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ പഠിക്കുന്ന സ്കൂള് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി SN ഹൈസ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു എൻ്റെ വിദ്യാഭ്യാസം. ഹൈസ്കൂളിൽ അവിടെ വെച്ചൊരു സമരം നടന്നു. ഒരു 3-4 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാതിരുന്നതിൻ്റെ പേരിൽ അവിടെ ഒരു സമരം നടന്നു. ആ സമരത്തിൻ്റെ കൂടെ ഞാനും ഇറങ്ങി. ആകെ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങിയത് 12 പേരായിരുന്നു. ആ 12 പേരിൽ സമരം നയിക്കാനായിട്ട് ഞാനും അതിൻ്റെ മുൻനിരയിലേക്ക് വന്നു. അങ്ങനെ കുറേ നാളുകൾ സമരമായിട്ട് പോയി. അങ്ങനെ ആ പാർട്ടിയിലേക്ക് ഞാൻ ആദ്യം ആകർഷിക്കപ്പെടുകയുണ്ടായി. ഇപ്പോൾ ഒരു നേതൃത്വ ഗുണം അന്നും ഉണ്ടായിരുന്നു. നേതൃത്വ ഗുണം എന്ന് പറയുന്നത് 5ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതലേ ഞാനൊരു നേതൃത്വ നിരയിലേക്ക് വന്നു. കാരണം സ്കൂളിലെ ഏറ്റവും മുഴുത്ത ആളായിരുന്നു, ഏറ്റവും മീശ വന്ന ആളായിരുന്നു, തടിയുണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികളെല്ലാം എന്നെ അച്ചാച്ചാന്ന് വിളിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇരട്ടപ്പേരുകൾ ഇട്ട് വിളിക്കുന്നത് കൊണ്ട് ആ സ്കൂളിലെ അധ്യാപകരും എന്നെ ആ നിലയിലായിരുന്നു കണ്ടിരുന്നത്. പിന്നീട് ഈ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിനൊക്കെ ശേഷം ജീവിതത്തിൽ ചില പ്രയാസങ്ങളുടെയൊക്കെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയി കാണുമല്ലോ. അതുകൊണ്ടാണല്ലോ അങ്ങൊരു ഈ ധ്യാനം കൂടാനുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു? ധ്യാനം കൂടാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ ഞാൻ എത്തി. അവിടെ നിന്നും പിന്നെ ഞാൻ എത്തിയതുപോലെ തന്നെ പുറകോട്ട് വരികയും പിന്നെ എനിക്ക് മുൻപോട്ട് ചലിക്കാൻ പറ്റാത്ത അവസ്ഥകളും വീട്ടുകാരുടെ എതിർപ്പും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ രാഷ്ട്രീയം വിടേണ്ടി വന്നു. ജീവിതമാർഗമില്ല. നമ്മൾ ചെറുപ്പമായതുകൊണ്ട് സാമ്പത്തികമായ മേഖലകൾ നമുക്ക് ഒന്നും കിട്ടാൻ സാധ്യത. അത് വളരെ രസകരമായൊരു കാര്യമാണല്ലോ. കാരണം അത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നത്. കാരണം രാഷ്ട്രീയത്തിൽ ഇങ്ങനെ മുഴുവൻ സമയം അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ പലരും ഇന്ന് രാഷ്ട്രീയം കൊണ്ട് കോടികൾ ഉണ്ടാക്കി വലിയ മുടിചൂര മന്നന്മാരായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്.
അപ്പോൾ അങ്ങ് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ഒന്നും നേടിയില്ല, ഉള്ളതൊക്കെ കളയുകയും കൂടെ ചെയ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് മാത്രം രാഷ്ട്രീയത്തിൽ പഠിച്ചില്ല. നമുക്ക് പ്രവർത്തിക്കുക, സത്യസന്ധമായി പ്രവർത്തിക്കുക, വേദനിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മേടിക്കും, അല്ലെങ്കിൽ അയലോക്കത്തു നിന്നാണെങ്കിലും മേടിച്ചു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. അതാണ് എനിക്ക് സാമ്പത്തികമായി ഉയരാൻ സാധിക്കാതിരുന്നത്. ആ സമ്പത്ത് അല്ല ആഗ്രഹിച്ച് ജനങ്ങളുടെ ഉന്നമനമായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അല്ല, ശരിക്കും അതേ സമയത്ത് തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പഴയകാല പ്രവർത്തകർ നിസ്വാർത്ഥമായിട്ട് പാർട്ടിക്ക് വേണ്ടി, നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ തങ്ങളുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ചിട്ടുള്ള ഒത്തിരി നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ മുമ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങേക്ക് അങ്ങനെ ഒരു നിലവാരത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാതെ പോയത്? എൻ്റെ രാഷ്ട്രീയ ഗുരുവായിരുന്ന AS രാമകൃഷ്ണൻ വൈദ്യർ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഒരു വൈദ്യനായിരുന്നു. കുറേ കാലം എന്നെ വൈദ്യം പഠിപ്പിക്കുകയും ചെയ്തു. ആയുർവേദ വൈദ്യം എന്നെ 2 വർഷം പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, രാഷ്ട്രീയത്തിൽ നിന്ന് നീ പണം ഉണ്ടാക്കരുത്. അദ്ദേഹം 5 പൈസ പോലും മേടിച്ചിരുന്നില്ല. അദ്ദേഹം താമസിച്ചിരുന്നത് ഒരു ചെറിയ ഷെഡിലായിരുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബവും. അങ്ങനെ അദ്ദേഹം കാണിച്ച മാതൃകയാണ് പിന്നീട് എനിക്ക് ഒന്നും മേടിക്കാൻ തോന്നാത്ത അവസ്ഥയിൽ എത്തിയത്. ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് ആരിൽ നിന്നും ഒരു 10 പൈസ മേടിക്കുമായിരുന്നു? ആരിൽ നിന്നും 10 പൈസ മേടിച്ചിട്ടില്ല. യുവജന വിവാഹമായതുകൊണ്ട് നമുക്ക് അങ്ങനെ കയറി മേടിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും കൊണ്ട് തന്നു കഴിഞ്ഞാൽ നമുക്കത് വണ്ടിക്കൂലിയായിട്ട് സ്വീകരിക്കാനല്ലാതെ നമുക്ക് ആരോടും പിരിവെടുക്കാനുള്ള ഒരു സാധ്യത അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നീട് എങ്ങനെയാണ് താങ്കളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് വരാനുള്ള കാരണം? പിന്നീട് എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് സാമ്പത്തികം വേണം. സാമ്പത്തികം ഉണ്ടാകുക എന്നുള്ളത് ഒരു ലക്ഷ്യമായിരുന്നു. പണം വേണം. കുടുംബത്തിൽ അത്ര വലിയ സാമ്പത്തികമില്ല. 8 പേരിൽ 8ാമനാണ് ഞാൻ. അപ്പം അച്ചായൻ എപ്പോഴും പറയും, നീ രാഷ്ട്രീയം കളിച്ച് നടന്നു, പണമില്ലാതെ നീ എങ്ങനെ ജീവിക്കും, ഞങ്ങളെയൊക്കെ നോക്കേണ്ടതല്ലേ. അപ്പോൾ ഇങ്ങനെ പല ദിവസങ്ങളിൽ ഈ വാക്കുകൾ ഇങ്ങനെ എന്നെ മുറിപ്പെടുത്തി. അത് തന്നെയല്ല, വീട്ടിൽ വൈകുന്നേരം വരുമ്പോൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്തായിരിക്കും അവൻ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു രീതിയിൽ അപ്പൻ പറയും. അമ്മ ചോറെടുത്ത് വെച്ചിട്ടുണ്ടാകും. പലപ്പോഴും രാത്രി 1 മണിക്കൊക്കെ ആയിരിക്കാം വരുന്നത്. നാട് നന്നാക്കാൻ നടക്കുന്നവൻ വീട്ടിലെ കാര്യം അന്വേഷിക്കുന്നില്ലെന്നുള്ള ആ പല്ലവി. തീർച്ചയായിട്ടും അതപ്പൻ അങ്ങനെ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഈ പറച്ചിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ ഒരു ജോലി അന്വേഷിക്കുന്നത്. ജോലി അന്വേഷിച്ച് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനത്തോടു കൂടി ഞാൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ കമ്പനിയിൽ, അതായത് HAL എന്ന് പറയും, ബാംഗ്ലൂർ HAL സെക്യൂരിറ്റി വിങ്ങിലേക്ക് എനിക്ക് ജോലി കിട്ടി. ഞാൻ ആ വിങ്ങിൽ ജോലി ചെയ്തു. പക്ഷേങ്കിൽ അവിടുത്തെ സ്ട്രിക്റ്റ് മനസ്സിലാക്കി എനിക്ക് അവിടെ നിന്ന് പോരേണ്ടി വന്നു. 17 ദിവസം മാത്രമേ എനിക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ച എനിക്ക് ഈ സെക്യൂരിറ്റി വിങ്ങിലെ കമാൻഡിങ് ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരോട് പറയാതെ ഒളിച്ചു പോരുകയാണ് ചെയ്തത്. പിന്നെ നാട്ടിൽ വന്നിട്ട് അതും ഇതും ജോലിയൊക്കെ ഇങ്ങനെ ചെയ്തു. പിന്നെ കോൺട്രാക്ട് വർക്കുകളെടുത്തു, കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിച്ചു. അതൊക്കെ പെട്ടെന്ന് വളർന്നു, പെട്ടെന്ന് താന്നുപോയി. അപ്പോൾ വൻ കടഭാരമായി. ഈ കടഭാരം എന്നെ വലയം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതകൾ. മേടിച്ചെടുത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അവരൊരു എല്ലാം വഴക്കായിട്ട് വീട്ടിലേക്ക് വരുന്നു. സമാധാനം നഷ്ടപ്പെട്ട അവസരത്തിൽ ഞാൻ ഒരു ദിവസം കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളിയുണ്ട്, മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട്. ആ മാതാവിൻ്റെ പള്ളിമുറ്റത്തൂടെ കടന്നു പോകുമ്പോൾ ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ നിന്ന് നിന്നേന്ന് പറഞ്ഞു. ബാബു വട്ടക്കുന്നേൽ എന്ന് പറയുന്ന ആനക്കൽ സ്വദേശിയായ ബാബു വട്ടക്കുന്നേൽ എന്ന് പറയുന്ന സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ അവിടെ നിന്നേന്ന് പറഞ്ഞു. എന്നും കാണുന്ന മനുഷ്യനാണ്, പക്ഷേ വളരെ ആധികാരികമായിട്ട് എന്നെ വിളിച്ച് അവിടെ നിർത്തിയിട്ട്, വാ നമുക്ക് ആ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുകയാണ് എന്നോട്. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ജെറമിയുടെ പുസ്തകം 29-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് ഈ ബാബു സാർ എന്നോട് പറയുന്നത്. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ ജീവിതത്തിലെ ഓരോ കഴിഞ്ഞു പോയ കാര്യങ്ങളിങ്ങനെ കണ്ണാടിയിൽ എന്ന പോലെ എന്നോട് പറയുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാനത് നിഷേധിച്ചെങ്കിലും അവസാനം ചില പോയിന്റുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം എന്നെ ധ്യാനത്തിന് കൊണ്ടുപോയാണ്. 1998 അദ്ദേഹം എന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒക്ടോബർ മാസം 2-ാം തീയതി ധ്യാനത്തിന് കൊണ്ടുപോവുകയാണ്. അല്ല, അദ്ദേഹം ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഓക്കെ, അതൊക്കെ നമ്മൾ അംഗീകരിച്ചു. പക്ഷെ എങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തമ പ്രവർത്തകൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൂടെയൊക്കെ കടന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പെട്ടെന്നൊരാൾ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ധ്യാനത്തിന് പോവുക എന്ന് പറയുന്നത് അത്ര സ്വാഭാവികമായൊരു കാര്യമാണ്? അത് സ്വാഭാവികമായ കാര്യമല്ല, പക്ഷേ ജീവിത സാഹചര്യം മനുഷ്യൻ്റെ മനസ്സ് പെട്ടെന്ന് മാറ്റും.
അതുപോലെ പ്രയാസപ്പെട്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, വീടിൻ്റെ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. സാമ്പത്തികമായ പ്രയാസങ്ങൾ വരുമ്പോൾ എത്ര വലിയവനാണെങ്കിലും അവൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കും. അപ്പോൾ ഏതെങ്കിലും സഹായങ്ങൾ എവിടെയെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പോവുക. അപ്പോൾ ഈ ധ്യാനത്തിന് പോകുന്നതിൻ്റെ ഒരു ലക്ഷ്യം, പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, ധ്യാനം കൂടി വലിയ ആളാകുക എന്നുള്ളതല്ലായിരുന്നു. ഒരാഴ്ചക്കാലം മാറി നിൽക്കുകയും നല്ലൊരു ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ. ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അത്രമാത്രം ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയിരുന്നില്ലേ? തീർച്ചയായിട്ടും അവസ്ഥയിലേക്ക് പോയിരുന്നു. കാരണം ആരോടും പൈസ വാങ്ങിക്കാൻ പറ്റത്തില്ല, മേടിച്ച പൈസകൾ കൊടുക്കാനുണ്ട്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുകളിൽ, പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ അവസരത്തിലാണ് ബാബു സാർ എന്നെ വിളിച്ച് ധ്യാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ധ്യാനത്തിൽ ചെന്നപ്പോൾ വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? ധ്യാനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം മുതലേ, ഞായറാഴ്ചയാണ് ആദ്യം ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. ഈ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ പ്രസംഗിച്ചതും നമ്മൾ പഠിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾക്കെതിരായിട്ടാണ് അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ, ശരീരത്തിന് അസ്വസ്ഥത, മനസ്സിന് അസ്വസ്ഥത. ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ബാത്റൂമിൽ പോകണമെന്ന് തോന്നും. 1 മണിക്കൂറിൽ 2-3 പ്രാവശ്യമൊക്കെ ബാത്റൂമിലേക്ക് പോയിട്ട് തിരിച്ചു വന്നിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 12,000-ഓളം ആളുകൾ അന്ന് ആ ധ്യാനത്തിലുണ്ട്. ഓലഷെട്ടാണ്. അപ്പോൾ ആ ധ്യാനത്തിൽ ഞാൻ എഴുന്നേറ്റ് പോകും, തിരിച്ചു വരും. അപ്പോൾ ഇങ്ങനെ 2 ദിവസം വളരെ അസ്വസ്ഥതയോടുകൂടി കടന്നുപോയി. 2ാമത്തെ ദിവസം എങ്ങനെയും ഈ ധ്യാനഹാളിന് പുറത്ത് കിടക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഞാൻ ബാഗ് എടുത്ത് ഇറങ്ങുന്ന സമയത്ത് 2 പ്രേക്ഷിതർ വന്ന് എന്നെ കൈയോടെ പിടിച്ച് വീണ്ടും അവിടെ കൊണ്ട് ഇരുത്തി. പിന്നെ ഞാൻ അവിടെ ഇരുന്നു. ഇറങ്ങാൻ മാർഗമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ആ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബുധനാഴ്ച കുമ്പസാരത്തിൻ്റെ ദിവസമായിരുന്നു. എങ്ങനെ കുമ്പസാരിക്കണം, എന്തായിരിക്കണം പാപം എന്നുള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ ആദ്യം ആദ്യ കുർബാനയ്ക്ക് കുമ്പസാരിച്ചതാണ്. അതിൽ പിന്നെ കുമ്പസാരിച്ചിട്ടില്ല, കുർബാന സ്വീകരിച്ചിട്ടില്ല. വളരെ ചെറുപ്പത്തിലെ ആദ്യ കുർബാന സ്വീകരിച്ചതല്ലാതെ കുമ്പസാരിച്ചിട്ടില്ല. അപ്പം അവിടുന്ന് പറഞ്ഞു എങ്ങനെ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. ഞാനതെല്ലാം സ്വീകരിച്ചു കുമ്പസാരിക്കാനായിട്ട് പോവുകയാണ്. കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ ഒരു 16 അച്ഛന്മാർ ഇങ്ങനെ ഇരിപ്പുണ്ട് കുമ്പസാരക്കൂട്ടിൽ. അപ്പോൾ അതിൽ ഞാൻ നോക്കി ഏറ്റവും പ്രായമുള്ള അച്ഛന്മാർ ആരെങ്കിലും ഉണ്ടോ? എല്ലാം പ്രായം കുറഞ്ഞ അച്ഛന്മാരൊക്കെ. അപ്പോൾ ഓരോ ലൈനിലും 10-20 പേര് നിർത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പം ഒരു താടിയുള്ള ഒരച്ഛൻ ഇതാ 9ാമത്തെ കുമ്പസാരക്കൂട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ആ അച്ഛൻ തന്നെയാണ് നല്ലതെന്ന്. ഞാൻ ആ അച്ഛൻ്റെ കുമ്പസാരിപ്പിക്കുന്നതിൻ്റെ പുറകുവശത്തേക്ക് ചെന്ന് നിന്നു. ഞാൻ വേഗത്തിൽ കുമ്പസാരിച്ചു. 3 മിനിറ്റ് കൊണ്ട് ഞാൻ കുമ്പസാരം നടത്തി. 3 മിനിറ്റ്. അപ്പോൾ ഈ കുമ്പസാരിച്ചിട്ടും കുർബാന സ്വീകരിച്ചിട്ടും വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അച്ഛൻ എന്നോട് ചോദിച്ചു എന്നാണ് കുമ്പസാരിച്ചതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ദിവസം പറഞ്ഞില്ല. 2-3 ചെറിയ കാര്യങ്ങളൊക്കെ അച്ഛൻ ചോദിച്ചു. ഞാൻ കുറച്ച് പാവങ്ങളൊക്കെ പറഞ്ഞു. 3 മിനിറ്റ് കൊണ്ട് ഞാൻ പരിപാടി നിർത്തി. ഞാൻ പറഞ്ഞു സാധാരണ പലരും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവർ പറയുന്നത് എൻ്റെ ആദ്യത്തെ കുമ്പസാരം ഇങ്ങനെ 3 മണിക്കൂർ എടുത്തു, 4 മണിക്കൂർ എടുത്തു എന്നൊക്കെ സാറിന് അവരുടെ അനുഭവം അതാണ്. അങ്ങനെയാ ബ്രദർ 3 മിനിറ്റിൽ ആദ്യത്തെ കുമ്പസാരം നടത്തും. ആദ്യത്തെ കുമ്പസാരം നടത്തി. അതിൻ്റെ അടുത്ത് യാതൊരു അനുതാപമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്നൊരു അനുതാപമൊന്നുമില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് മാത്രം ഈ കുമ്പസാരക്കൂട്ടി ചടങ്ങ് നടത്തുക എന്നുള്ള. ചടങ്ങ് നടത്തി കഴിയുമ്പോൾ നമ്മൾ ആ ഹാളിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ എങ്കിൽ അന്ന് രാത്രി വലിയൊരു സംഭവം നടന്നു. ഈ കുമ്പസാരമൊക്കെ കഴിഞ്ഞിട്ട് അന്ന് രാത്രി ബഹുമാനപ്പെട്ട ഫാദർ മാത്യു നായിക്കമറച്ചനാണ് 6 മണിക്കത്തെ ടോക്കിനും കുർബാനയ്ക്കുമായിട്ട് വന്നിരിക്കുന്നത്. അച്ഛൻ വന്ന ടോക്ക് ആരംഭിക്കുന്നത് കള്ളക്കുമ്പസാരം നടത്തിയിരിക്കുന്ന മനുഷ്യരെക്കുറിച്ചാണ്. ശരിയായ വണ്ണം കുമ്പസാരിക്കാൻ പറ്റാത്തവർ ഇതിൻ്റെ അകത്തുണ്ട്. ഏകദേശം 80 പേര് നല്ല കുമ്പസാരം നടത്താതിരിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് അച്ഛൻ ടോക്ക് എടുക്കുകയാണ്. അന്നേരം ഇപ്പോൾ ശരിക്കും ബ്രദറിന് ഈ നല്ല കുമ്പസാരം തന്നെ കള്ളക്കുമ്പസാരം തന്നെ അങ്ങനെയൊക്കെ അത് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു? ഇല്ല, അത് അച്ഛൻ മനസ്സിലായി. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി. അന്നേരവും മനസ്സിലാകുന്നില്ല. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നയാളുടെ പേര് എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. അവസാനം കുർബാനയിലേക്ക് പ്രവേശിച്ചു. തിരുവോസ്തി എടുത്തിങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട് അച്ഛൻ പറയാണ് കള്ളക്കുമ്പസാരം നടത്തിയിരിക്കുന്ന 4 പേര് കൂടി ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. അവർ ഇപ്പോൾ ഈശോയുടെ മുൻപിൽ ആ പാപങ്ങൾ ഏറ്റുപറയട്ടെ, അവർ എഴുന്നേറ്റ് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ നല്ല കുമ്പസാരം നടത്തിയവനായി ഞാൻ അവിടെ ഇരിക്കുകയാണ്. യാതൊരു പ്രശ്നങ്ങളുമില്ല എനിക്ക്. എന്നാൽ ഒരു 5 മിനിറ്റ് നേരം അച്ഛൻ തിരുവോസ്തി എടുത്ത് ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, ഇനിയും കുമ്പസാരം നല്ലതുപോലെ നടത്താത്ത വ്യക്തികൾ 2 പേരുണ്ട്. അതിൽ ഒരാൾ പേര് പറയുകയാണ്, എൻ്റെ പേര് പറയുകയാണ്, ജോർജ് എന്ന് പറയുന്ന മകൻ 7-ാം നമ്പർ തൂണിൻ്റെ ചുവട്ടിലിരിക്കുന്ന വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്ന മകൻ കുമ്പസാരിച്ചിട്ടില്ല, അവനെ കർത്താവ് സ്പർശിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ
അച്ഛൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന തിരുവോസ്തിയിൽ നിന്നും ഒരു തീക്കട്ട പോലെ ഏതോ ഒരു സാധനം എൻ്റെ മുഖത്തേക്ക് അടിക്കുകയാണ്. തീക്കട്ട പോലെ ഒരു സാധനം എൻ്റെ മുഖത്തേക്ക് വരുന്നു. ഞാൻ എന്ന് പറഞ്ഞൊരു ശബ്ദത്തോടു കൂടി പുറകോട്ടും മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. പിന്നെ ഞാൻ കണ്ണ് തുറക്കുന്നത് അരമണിക്കൂറിന് ശേഷമാണ് ആ ഒരു അനുഭവം. പിന്നെ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ കണ്ട കാഴ്ച അച്ഛൻ ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിൽക്കുന്നത് പോലെ ഒരു അനുഭവമാണ്. അപ്പോഴേക്കും കുർബാനയെല്ലാം സമാപിച്ചിരുന്നു. പക്ഷേങ്കിൽ ഞാൻ നോക്കുമ്പോഴെല്ലാം അച്ഛൻ ഇത് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സംഭവം. കണ്ണ് തുറക്കുമ്പോൾ വീണ്ടും ഞാൻ എന്നുള്ള ശബ്ദത്തോടു കൂടി വീണ്ടും മറിഞ്ഞു. അവിടെ എന്താ സംഭവിച്ചത് വാസ്തവത്തെ? അവിടെ സംഭവിച്ചത് പിന്നീട് എനിക്ക് മനസ്സിലായത്, അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു തന്നത്, ഞാൻ ഈശോയെ ധിക്കരിക്കുന്ന രീതിയിൽ എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റിട്ടില്ല, പേര് പറഞ്ഞിട്ട് എഴുന്നേറ്റിട്ടില്ല. ഈ പേര് പറഞ്ഞിട്ട് എഴുന്നേൽക്കാതിരുന്ന സമയം ഇത് യേശുവാണ്, തിരുവോസ്തിയിൽ യേശുവിൻ്റെ സാന്നിധ്യമാണ് എന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിൽ നിന്നും ഒരു പ്രകാശം എന്നിലേക്ക് വരികയായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത്. മാനസാന്തരപ്പെടാത്ത വ്യക്തിയിലേക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു അനുഭവം കൊടുത്ത് മാനസാന്തരത്തിലേക്ക് നയിക്കുമെന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ വീണെടുത്തുനിന്ന് എഴുന്നേറ്റപ്പം എന്താ അങ്ങേക്ക് തോന്നിയത്? എന്താ ശരിക്കും വീണ് കിടന്നപ്പോൾ എന്തെങ്കിലും അതോ ബോധം നഷ്ടപ്പെട്ടു പോയായിരുന്നോ? വീണ് കിടന്നതൊന്നും അറിയുന്നില്ല, വീണ് കിടക്കുന്നൊന്നും അറിയുന്നില്ല. എന്നാൽ കണ്ണു തുറന്ന് ചാടി എഴുന്നേൽക്കുന്ന സമയത്ത് അച്ഛൻ വീണ്ടും അൾത്താരയിൽ നിൽക്കുന്നു. അച്ഛന് ചുറ്റും ഇങ്ങനെ മാലാഖമാരിങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്ന ഈ മാലാഖമാരുടെ ചിത്രങ്ങൾ അതിങ്ങനെ നിൽക്കുന്നതായിട്ട് കാണുന്നു. വീണ്ടും ഞാൻ പുറകോട്ട് മറിഞ്ഞു വീഴുന്നു. അങ്ങനെ പിന്നെ ആ ബോധം വന്നു കഴിഞ്ഞപ്പം അച്ഛൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോവുകയും അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, നാളെ നല്ലൊരു കുമ്പസാരം നടത്തണം, ഈശോയ്ക്ക് നിന്നെ ആവശ്യമുണ്ടെന്നു. പിറ്റേ ദിവസം നല്ലൊരു കുമ്പസാരം എന്ന് പറഞ്ഞാൽ ബ്രദർ പറഞ്ഞു 3 മണിക്കൂറൊക്കെ കുമ്പസാരിച്ചു. ഞാൻ 4 മണിക്കൂറോളം സമയമെടുത്ത് അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചു. വളരെ എൻ്റെ ശരീരവും മനസ്സും ഫ്രീ ആയി ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു. ആ സമയം മുതൽ എനിക്ക് ആ സ്റ്റേജിൽ നടക്കുന്ന പരിപാടികൾ, അടുത്ത സ്റ്റേജിൽ ആരാണ് വരാൻ പോകുന്നത് വരെ എന്നുള്ളത് എൻ്റെ കൺമുൻപിലേക്ക് ഈശോ കാണിച്ചു തരാൻ തുടങ്ങി. അത് ശരിക്കും ബ്രദറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൃപാവരങ്ങൾ വാസ്തവത്തിൽ ആ ധ്യാനത്തിന്റെ സമയത്തിൽ തന്നെ വെളിപ്പെടാൻ തുടങ്ങി, വെളിപ്പെട്ടു വന്നു. അതായത് അടുത്തത് ആരാണ് സ്റ്റേജിൽ ശുശ്രൂഷയ്ക്കായിട്ട് വരുന്നത് എന്നുള്ളത് മുൻകൂട്ടി കാണാനും ആളുടെ പേര് പോലും വെളിപ്പെടുത്തുമായിരുന്നു. അങ്ങനെ അത് ഇതൊക്കെ ആദ്യത്തെ ഒരു അനുഭവമാണല്ലോ. ഇതിനു മുമ്പ് ഇങ്ങനെ ആരും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വന്നിട്ട് പോലും ഇല്ലല്ലോ. ഈ കൃപാവരങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ പിന്നെ അന്ന് ഇങ്ങനെയൊക്കെ മനസ്സിൽ തോന്നുമ്പോൾ അതേക്കുറിച്ച് എന്താ മനസ്സിലാക്കിയത്? അതേക്കുറിച്ച് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലം ഞാൻ പഠിച്ചതോ പഠിപ്പിച്ചതോ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും പിന്നെ നമ്മുടെ ഓർമ്മയിലേക്ക് വന്നിട്ടില്ല. പിന്നെ മുഴുവൻ ഈശോ എന്ന ചിന്ത മാത്രമാണ്. ബാക്കിയെല്ലാം മാഞ്ഞുപോയി, എല്ലാം മാഞ്ഞു, ഒരു കാര്യങ്ങളുമില്ല. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ആ കുമ്പസാരം കഴിഞ്ഞ് ഏറ്റപ്പം മുതൽ ഞാൻ ഇങ്ങനെ പൊങ്ങിപ്പോകുന്ന ഒരു അനുഭവമായിരുന്നു. പഴയതൊന്നും ഓർമ്മ പോലും ഇല്ല, ഒരു ഓർമ്മ പോലും. ഇന്നും ആ ഓർമ്മയില്ല. കഴിഞ്ഞ കാലത്ത് ഒരു കാര്യങ്ങളും ഓർക്കുന്നില്ല, ഈ പർട്ടിക്കുലർ സംഭവങ്ങൾ പോലും ഓർമ്മയില്ല. അപ്പൊ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ കുമ്പസാരം എന്ന് പറയുന്ന അതിവിശുദ്ധമായ ഒരു കാര്യമാണ്. പാപങ്ങൾ വേണ്ടവണ്ണം ഇറക്കി ദൈവസന്നിധിയിൽ ഇറക്കി ആ പൗരോഹിത്യ അധികാരത്തിൽ നമ്മൾ മുട്ടുമടക്കി അവിടുന്ന് പറയുന്നത് സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്ന കാഴ്ചയാണ് എനിക്കുണ്ടായത്. തീർച്ചയായിട്ടും അതാണല്ലോ അങ്ങയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ കൃപാവരങ്ങൾ ആ സമയത്ത് തന്നെ വെളിപ്പെടാൻ തുടങ്ങിയപ്പോഴേ ഈ അതേക്കുറിച്ച് എന്ത് തോന്നിയാണ്? ഇപ്പൊ അടുത്തിരുന്ന ആൾക്കാരോടൊക്കെ വല്ലതും പറഞ്ഞോ, അടുത്ത ഇന്ന ആൾ വരാൻ പോവുകയാണ്? ഈ കൃപാവരം തുറക്കപ്പെടുന്ന സമയത്ത് ഒരു അത്ഭുതമുണ്ടായി. വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത്, വയനാട് പനമരം എന്ന് പറയുന്ന സ്ഥലത്തുനിന്നും 2 കാലും വളഞ്ഞിരിക്കുന്ന സന്തോഷം എന്ന് പറയുന്ന അക്രൈസ്തവനായ ഒരു ചെറുപ്പക്കാരന് ഞാനിരിക്കുന്ന ഈ കസേരയുടെ തൊട്ട് ഫ്രണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു, കാല് വളഞ്ഞിരിക്കുന്നു. 2ാമത്തെ കുമ്പസാരം കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്ത് ആ ക്ലാസ് എടുക്കുന്നത് പനക്കലച്ചനാണ്. അപ്പം ഞാൻ ഇങ്ങനെ കാണുകയാണ് ഈ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഈ സന്തോഷിൻ്റെ കാല് നിവർന്നു വരുന്നതും ഈ മകൻ ചാടി എഴുന്നേൽക്കും സ്റ്റേജിലേക്ക് പോകുന്നതായിട്ട് ഞാൻ ഇങ്ങനെ ദർശനത്തിൽ കാണുകയാണ്. സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടു. അന്നേരം ദർശനം കണ്ടത് മാത്രമേ ഉള്ളൂ. എന്നാൽ 10 മണിക്കത്തെ കാപ്പി കൂടി കഴിഞ്ഞ് വന്ന് ബഹുമാനപ്പെട്ട ജെയിംസ് കുട്ടി ചമ്പക്കുളം ക്ലാസ് എടുക്കാൻ കയറുകയാണ്. ഈ ചമ്പക്കുളം ക്ലാസ് എടുക്കുന്ന സമയത്ത് ചമ്പക്കുളം രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നു. ആ സമയത്ത് ഞാൻ കണ്ട ഈ ദർശനത്തിൽ ഈ മനുഷ്യൻ ചാടി എഴുന്നേൽക്കുന്നു, അവൻ്റെ അപ്പൻ അലറി കരയുന്നു, ഈ മകൻ കരയുന്നു, ഹാളിൽ ആകെ ബഹളം. അതായത് ബ്രദറെ, ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. പനക്കലച്ചൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ആ എടുക്കുന്ന സമയത്ത് അങ്ങയുടെ തൊട്ട് അടുത്തിരിക്കുന്ന കാല് വളഞ്ഞിരിക്കുന്ന പിരിഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ സന്തോഷം എന്ന വ്യക്തിയുടെ ഇദ്ദേഹത്തിന്റെ കാലുകൾ നൂർന്നു വരുന്നതായിട്ട് അങ്ങ് കാണുന്നു.
പക്ഷെ അന്നേരം ഒന്നും സംഭവിച്ചില്ല. എന്നാൽ പിന്നീട് അടുത്ത മണിക്കൂറിൽ ജെയിംസ് ഊട്ടി ചമ്പക്കുളം ബ്രദർ ശുശ്രൂഷിക്കുന്ന സമയത്ത്, ഈ ഹീലിംഗ് പ്രയറിന്റെ സമയത്ത് അങ്ങ് കണ്ടത് ഇപ്പൊ സംഭവിക്കുകയാണ്. അതുപോലെ തന്നെ സംഭവിക്കണം. ആ ഒരു കാഴ്ച എനിക്ക് ദർശനത്തിലൂടെ കാണാൻ സാധിക്കുകയും അത് കൺമുൻപിൽ പ്രത്യക്ഷത്തിൽ കാണിച്ചു തരുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ യേശു ജീവിക്കുന്നു എന്ന് ഞാൻ പ്രഖ്യാപിച്ചു. അപ്പൊ ഇത് ഈ തൊട്ടടുത്തിരുന്ന മനുഷ്യനോട് പറഞ്ഞു, അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഇല്ല, ഞാൻ ആരെയും ശ്രദ്ധിക്കുന്നില്ല, ആരോടും ഞാൻ മിണ്ടുന്നില്ല. ഈ കുമ്പസാരം കഴിഞ്ഞതിന്റെ ശേഷം എനിക്ക് ആരോടും മിണ്ടാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം വേണേ ലേശം കഴിക്കാം. അപ്പം ഈ ഭക്ഷണം കഴിക്കുന്ന ആ സമയത്തൊക്കെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ കുമ്പസാരത്തിന് ശേഷം. അപ്പം ഞാനിത് ആരോടും പറഞ്ഞില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രചോദിപ്പിച്ച ഒരു സംഭവമായിരുന്നു, എനിക്ക് വിശ്വാസത്തിന് വേണ്ടിയായിരുന്നുള്ള പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ആ ധ്യാനത്തിൽ തന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായോ? ആ ധ്യാനത്തിൽ പിന്നെ വരുന്ന രോഗശാന്തികളൊക്കെ എനിക്ക് കാണാനായിട്ട് പറ്റുന്നു. മുഴ അപ്രത്യക്ഷമാകുന്നതും എനിക്ക് വെളിപ്പെടുത്തുന്ന അന്നേരം തന്നെ ആ സ്റ്റേജിൽ അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഇത് ആരോടെങ്കിലും പറഞ്ഞായിരുന്നോ ആ സമയത്ത്? അവിടെ പോയി പനക്കിലച്ചനോടോ അല്ലെങ്കിൽ നായ്ക്കുമറവലച്ചനോടോ ആരോടെങ്കിലും പറഞ്ഞോ? അപ്പോൾ അവിടെ ഒരു ഫോം തരുമായിരുന്നു, നിങ്ങൾക്ക് ധ്യാനത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അത് വെളിപ്പെടുത്തണം, ദർശനങ്ങൾ. അത് ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെച്ച് എൻ്റെ അഡ്രസ്സ് എഴുതി വെച്ചു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ ഡിവൈനിൽ നിന്ന് വിളിച്ചു, വന്ന് ഒരിക്കൽ കൂടി ധ്യാനം കൂടാൻ പറഞ്ഞു. ധ്യാനം കൂടിയിട്ട് പനക്കലച്ചനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വീണ്ടും ഞാൻ ധ്യാനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ധ്യാനം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് ചെന്ന് ആ പിറ്റേ ദിവസം തന്നെ അത്ഭുതമെന്ന് പറയട്ടെ, ഒരു ചങ്ങനാശ്ശേരിയിൽ നിന്നൊരു സഹോദരൻ എന്നെ കാണാൻ വന്നു എന്നുള്ളതാണ്. എന്തിന്? ഇദ്ദേഹം വന്നതിൻ്റെ കാരണം എന്നെ അയച്ച ഈ ബാബു സാർ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം എന്നെ കാണാൻ വരുന്നത്. അദ്ദേഹം വന്നിട്ട് എന്നോട് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. അതായത് ബാബു സാറിന് അറിയാമായിരുന്നു ഇങ്ങനെയുള്ള അനുഭവമൊക്കെ അവിടെ വെച്ചുണ്ടായി? ബാബു സാറിന് വളരെ ദർശനമുണ്ട്, വചനത്തിൽ ഭയങ്കരമായ ദർശനങ്ങളൊക്കെ ലഭിക്കുന്ന മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം എന്നെ തിരിച്ചു കൊണ്ടുപോയി. അദ്ദേഹം ഇവിടെ ഹാളിലുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ ഈ ബാബു സാറാണ് ഈ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു സഹോദരനോട് പറഞ്ഞു ഇവിടെ വന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇദ്ദേഹം വരുന്നത് ഞാൻ കിടക്കയിൽ കിടന്നുകൊണ്ട് കണ്ടു. ഈ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്ന അദ്ദേഹത്തിന്റെ കാല് നീര് വെച്ചിരിക്കുകയാണ്. ആ നടന്നു വരുന്ന സമയത്ത് നീര് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം എൻ്റെ അടുക്കൽ വരുന്നതായിട്ട് ഞാൻ കാണുന്നു. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എൻ്റെ അടുക്കലേക്ക് വന്നു. അദ്ദേഹത്തിനോട് ഞാൻ സംസാരിക്കുന്നു. എനിക്ക് പ്രാർത്ഥനയുടെ മെതേഡുകളൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്കറിയാവുന്ന യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ നന്ദി, ഇത് നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്കൊന്നും പഠിച്ചിട്ടുമില്ല. പിന്നെ ആദ്യം ഞാൻ പ്രാർത്ഥിച്ചു, ഈ മനുഷ്യന് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥന മറന്നുപോയിട്ടില്ല. അത് കുഞ്ഞുനാളില് പഠിച്ചതും ചൊല്ലിയതുമായ പ്രാർത്ഥനയാണ്. പക്ഷേ അവിടെ ഞാൻ ആ 3 നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയിട്ട് യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ നന്ദി എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് സംഭവിച്ചു? 6 മാസമായിട്ട് അദ്ദേഹത്തിന്റെ കാലിൽ ഇടയ്ക്കിടയ്ക്ക് വണ്ടി കയറുകയാണ്. അദ്ദേഹത്തിന്റെ കാലിൽ ഇടയ്ക്കിടയ്ക്ക് വണ്ടി കയറും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വണ്ടി കയറുന്നതെന്നും ഇതെന്തുകൊണ്ട് സൗഖ്യം പ്രാപിക്കുന്നില്ല എന്ന് അറിയാനായിട്ടാണ് അദ്ദേഹം വന്നത്. അപ്പം ബാബു സാറും അടുത്തിരിപ്പുണ്ട്. ഇയാൾ ചുമ്മാ നടന്നു പോകുമ്പോഴൊക്കെ വെറുതെ ഏതെങ്കിലും വന്നു വേണ്ടി ഇയാളുടെ കാലിൽ കയറുക. അപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. ബാബു സാർ പറഞ്ഞു സംസാരിച്ചാളും പറഞ്ഞു എന്തെങ്കിലും കാണുവാണെങ്കിൽ അത് പറഞ്ഞോളാൻ പറഞ്ഞു. ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ കാണുകയാണ്, ഒരു ബോക്സ് കാണുകയാണ്. ആ ബോക്സ് ഇദ്ദേഹം എടുക്കുന്നു, ഒരു വണ്ടി തുറന്ന് എടുക്കുന്നു. ഈ ബോക്സ് ഇയാൾ കൈ പിടിച്ചുകൊണ്ട് പോകുന്നു. ഒരു കാഴ്ചയാണ്. ഇതാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ഈ സഹോദരനോട് ചോദിച്ചു, നിങ്ങളൊരു വണ്ടിയിൽ നിന്നൊരു ബോക്സ് എടുത്തോ? ഇതിൻ്റെ നിയമങ്ങളൊന്നും എനിക്കറിയത്തില്ല. ആദ്യത്തെ ദിവസമാണ്, ധ്യാനം കഴിഞ്ഞ ഉടൻ തന്നെ ഉള്ള സംഭവം. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആരോടും പറയല്ലേ, ഞാൻ പറയാം. ഇദ്ദേഹം ഒരു ബോക്സ് എടുത്തുനിന്ന് മോഷ്ടിച്ചെടുത്തായിരുന്നു, വാഹനത്തിൻ്റെ അകത്തുനിന്ന്. അതിൻ്റെ അകത്ത് കുറച്ച് സ്വർണം, കുറച്ച് വെള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം എടുത്ത് വീട്ടിൽ കൊണ്ട് വെച്ച് അന്ന് മുതൽ ഇദ്ദേഹത്തിന് പ്രശ്നമായിരുന്നു. 6 മാസമായിട്ട് ഇദ്ദേഹം ഇത് കൊടുത്തിട്ടുമില്ല, വീട്ടുകാർക്ക് അറിയത്തുമില്ല. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരിച്ചു കൊടുക്കാം, ആ വ്യക്തി എനിക്കറിയാം. അന്ന് ആ ദിവസം തന്നെ അദ്ദേഹം തിരിച്ചു കൊടുക്കുകയും ബാബു സാർ ഇദ്ദേഹത്തോണ്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനത്തിന് വരികയും ചെയ്തു. പിന്നെ അദ്ദേഹം മാനസാന്തരപ്പെട്ടു. അദ്ദേഹത്തിന് പിന്നെ ആക്സിഡന്റ് ഉണ്ടായിട്ടില്ല. പിന്നെ അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യുകയാണ്. ഇത് വളരെ രസകരമായ ഒരു സംഭവമാണല്ലോ. ഇതായിരുന്നു അങ്ങയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ്? ആദ്യത്തെ എക്സ്പീരിയൻസ് അതായിരുന്നു. പിന്നെ ഞാൻ ധ്യാനത്തിന് പോയി എന്നറിഞ്ഞുകൊണ്ട് ആളുകളൊക്കെ എന്നെ കാണാൻ വരാൻ തുടങ്ങി.
ആളുകൾ ഓരോരുത്തർ വന്നിട്ട് എനിക്ക് വേണ്ടി കാഞ്ഞിരപ്പള്ളി പരിസരങ്ങളിൽ നിന്നാണ്. ആ പരിസരങ്ങളിൽ ഞാൻ ആദ്യം താമസിക്കുന്ന ഒരു കോളനി പോലുള്ള ഒരു സ്ഥലമായിരുന്നു. ഓ, എനിക്കറിയാം, ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ കുറേ ആളുകളുണ്ട്, മദ്യപാനവും മയക്കുമരുന്നും എല്ലാം ഉള്ള ആളുകളുണ്ട്, അടിയും ബഹളവും ഒക്കെ. അപ്പോൾ ഓരോ അമ്മച്ചിമാർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ധ്യാനത്തിന് പോയിട്ട് വന്നതല്ലേ, ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ശരിക്കും ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, ഈ അങ്ങയുടെ ചെറുപ്പകാലമൊക്കെ ഇടുക്കിയിലായിരുന്നല്ലോ, കഞ്ഞിക്കുഴിയിലായിരുന്നല്ലോ. അതെ. അവിടുന്ന് ഏത് കാലഘട്ടത്തിലാണ് ഇങ്ങോട്ട് കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോകുന്നത്? അവിടുത്തെ എല്ലാം വിറ്റ് തീർന്ന് ആകപ്പാടെ സാമ്പത്തികമായിട്ടെല്ലാം തകർന്നായിരിക്കുമല്ലോ കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോകുന്നത്. തീർച്ചയായും. അങ്ങനെയാണോ ഈ കോളനി പോലെയുള്ള ഏരിയയിൽ വന്ന് താമസിക്കുന്നത്? കോളനി പോലെ ഏരിയയിലേക്ക് വരാൻ കാരണം എൻ്റെ അമ്മ വീട് അവിടെയാണ്. ഓ, എൻ്റെ അമ്മ വീട് അവിടെയാണ്. ശരി. ഞാൻ എൻ്റെ അമ്മ വീട്ടിലേക്കാണ് വന്നത്. ഈ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ എൻ്റെ അമ്മ വീട്ടിലേക്ക് വന്നു. അവിടെ നിന്നാണ് പിന്നെ ഓരോ കാര്യങ്ങളും ചെയ്തത്. ഞാൻ ഏകദേശം ഒരു 89-90 കാലഘട്ടത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ വന്ന് അമ്മ വീട്ടിൽ നിൽക്കാൻ തുടങ്ങി. പിന്നെ ഇടയ്ക്ക് കഞ്ഞിക്കുഴിക്ക് പോകും, പിന്നെയും തിരിച്ചു വരും. അങ്ങനെ അവിടെ നിന്ന് ആളുകളുമായിട്ടൊക്കെ ഒരു ബന്ധം സ്ഥാപിച്ചു, ആളുകളുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കി. അപ്പം ഞാൻ ധ്യാനത്തിന് പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നെ അറിയാവുന്ന കുറച്ച് അമ്മച്ചിമാർ വന്നിട്ട് പറഞ്ഞു, പ്രാർത്ഥിക്കണം കേട്ടോ മോനെ, പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ അമ്മച്ചിമാർ എന്നോടും സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരമ്മ ഒരു മകനെ, ഈ അയൽവക്കത്തുള്ള വീടുകളിൽ നിന്നുള്ള സ്ത്രീകൾ അയൽവക്കത്തുള്ള തീർത്തും പാവപ്പെട്ട മനുഷ്യർ. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പേരെഴുതി വെക്കാൻ തുടങ്ങി. അച്ഛൻ അന്ന് നായിക്കോനച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ ആദ്യം അവരുടെ പേരെഴുതി വെക്കണം. നിങ്ങൾക്ക് മറ്റൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും 10 നന്മ നിറഞ്ഞ പറയും ആൾക്ക് വേണ്ടി ചെല്ലിക്കോളാനാണ് പറഞ്ഞത്. അപ്പം ജീവന്റെ വചസ്സുകൾ എന്ന് പറഞ്ഞ ഒരു ചെറിയ മധ്യസ്ഥ പ്രാർത്ഥന പുസ്തകം ഞാൻ മേടിച്ചുകൊണ്ട് വന്നു. അതിൻ്റെ അകത്ത് കുറച്ച് വചനമുണ്ട്. അത് പറയും ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി 2 ദിവസത്തിനുള്ളിൽ മദ്യപാനം ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. മദ്യപാനം നിർത്തുന്നതല്ല, മദ്യപാനം ഉപേക്ഷിക്കുന്ന. അങ്ങനെ 1 മാസം കൊണ്ട് ഞാൻ 32 ചെറുപ്പക്കാരെ ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരത്തുനിന്ന് ഒരു ട്രാവലർ നിറച്ച് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു. അതൊരു വലിയ മാറ്റമായിരുന്നു. ധ്യാനം കൂടി 1 മാസത്തിനുള്ളിൽ തന്നെ ആ 32 ചെറുപ്പക്കാരെ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പിന്നെ ആ ചെറുപ്പക്കാർ മൂലം ആ ദേശത്ത് ഒത്തിരി കുടുംബങ്ങൾ മാനസാന്തരപ്പെടാനായിട്ട് കാരണമായി. അത് ശരിക്കും അങ്ങ് ധ്യാനമൊക്കെ കൂടി വന്നു പ്രാർത്ഥിക്കാൻ എന്താന്ന് പോലും അറിഞ്ഞുകൂടാ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം എന്നൊക്കെ മാത്രം പറയുന്നു. അയൽവക്കത്തുള്ള ചില അമ്മച്ചിമാരൊക്കെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് എന്നൊക്കെ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്നു. ചുറ്റുവട്ടത്തുള്ള ചെറുപ്പക്കാരോടൊക്കെ അങ്ങ് സുവിശേഷം പറയാൻ തുടങ്ങി. ഇല്ലേ, അന്ന് സുവിശേഷം പറയാൻ എനിക്ക് അറിയാവോ? ശരിക്കും സുവിശേഷം പറയാ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് കിട്ടിയാൽ പ്രസംഗിക്കാൻ അറിയാവുന്നത് കൊണ്ട് ഒരു വചനം കിട്ടിയാൽ അതിനെ ചുറ്റിപ്പറ്റി ചില എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ പറയാൻ പറഞ്ഞാണോ ഈ 10-32 ചെറുപ്പക്കാരെ കൈ കിട്ടിയത്? അതെ, തീർച്ചയായിട്ടും. അപ്പം അവരെ എനിക്ക് അടുത്തറിയാൻ സാധിക്കുന്നവരായിരുന്നു. എന്നാൽ അവർ മദ്യപാനികളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റുകളിൽ അകപ്പെട്ടിരിക്കും. അപ്പം ഞാൻ അവരോട് സംസാരിക്കാനായിട്ട് കൂട്ടാക്കി. അങ്ങനെ ഈ 32 പേരെ ഒന്നിച്ച് ധ്യാനത്തിലേക്ക് പറഞ്ഞു വിടുക. ധ്യാനത്തിൽ ഞാൻ അവരെ കൊണ്ടുവരിക, അവരെ കൂടെ ഇരുന്ന് ഞാൻ ധ്യാനം കൂടിയിട്ട് തിരിച്ചു കൊണ്ടുപോവുക. ഒരു ട്രാവലർ. അത് അവർക്ക് വലിയൊരു ചേഞ്ചായി അല്ലേ? വലിയൊരു ചേഞ്ചായി എന്ന് മാത്രമല്ല, അവരുടെ കുടുംബങ്ങളിൽ മാറ്റം ഉണ്ടായി. അങ്ങയുടെ ഈ അനുഭവങ്ങൾ വളരെ ആശ്ചര്യകരമായിട്ടുള്ള സംഭവങ്ങളാണല്ലോ. അതെ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ അങ്ങയുടെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ച വളരെ സംഭവബഹുലമായ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാം. അതുവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ജോർജ് ബ്രദറിൻ്റെ ജീവിതത്തിലെ വളരെ അതിശയകരമായ ചില അനുഭവങ്ങൾ ദൈവം അനേകർക്ക് വേണ്ടി, പ്രത്യേകിച്ച് അത്ഭുത രോഗശാന്തികളുടെ നേരിട്ട് കൺമുമ്പിൽ കണ്ടുകൊണ്ട് നടത്തപ്പെടുന്ന ചില രോഗസൗഖ്യ ശുശ്രൂഷകൾ, അങ്ങനെയുള്ള അനുഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അദ്ദേഹം നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്.